പുതിയ ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ ഭരണപരിഷ്കാരം സിറ്റി സർക്കുലർ സർവീസ് നടത്തുന്ന ഈ ബസ്സുകളുടെ നിരക്ക് വർദ്ധിപ്പിക്കാൻ തീരുമാനമെടുത്തു. നിലവിൽ എവിടേക്കായാലും ഒരു യാത്രയ്ക്ക് 10 രൂപയാണ് നിരക്ക്. മിനിമം നിരക്ക് 10 രൂപയായി നിലനിർത്തി ഓരോ ഫെയർ സ്റ്റേജിനും 5 രൂപ വീതം വർദ്ധിപ്പിക്കാനാണ് മന്ത്രിയുടെ തീരുമാനം. ഇട റോഡുകളിൽ ഓരോ 15 മിനിറ്റിലും സർവീസ് നടത്തുന്ന ഈ ബസ്സുകളുടെ ഈ ഇടവേള 30 മിനിറ്റാക്കാനും ധാരണയായി. 110 ഈ ബസ്സുകളാണ് നിലവിൽ നഗര ഗതാഗതത്തിന് ഉപയോഗിക്കുന്നത്. സിറ്റി സർക്കുലർ ഈ ബസ്സുകളിൽ 10 രൂപ ടിക്കറ്റ് ഏർപ്പെടുത്തിയത് ജനങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ലെന്ന ഉട്ടോപ്യൻ ന്യായമാണ് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പറയുന്നത്. 10 രൂപ നിരക്ക് ജനങ്ങൾ ആവശ്യപ്പെട്ടില്ലെന്നുള്ളത് നേരാണ്. എപ്പോഴും ജനങ്ങളോട് ചോദിച്ചിട്ടാണോ നിരക്ക് വർദ്ധിപ്പിക്കുന്നത്? താങ്കൾ മുൻപ് മന്ത്രിയായിരുന്നപ്പോഴും ബസ് ചാർജ് വർദ്ധിപ്പിച്ചിരുന്നു. അന്നൊക്കെ ജനങ്ങളോടോ യാത്രക്കാരോടോ ചോദിച്ച് അനുവാദം വാങ്ങിയിട്ടാണോ കൂട്ടിയത്? അധികാരവർഗത്തിൻ്റെ ഇഷ്ടപ്രകാരം ചാർജ് നിശ്ചയിച്ച് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയെന്നല്ലേ എക്കാലത്തും ചെയ്തിട്ടുള്ളത്. എന്നിട്ടിപ്പോൾ ന്യായം പറയുന്നു. ഇപ്പോഴത്തെ നിരക്കിൽ മാറ്റമുണ്ടാകുമെന്നാണ് മന്ത്രി പറയുന്നത്. മാറ്റമുണ്ടായിക്കോട്ടെ. സർക്കാരിൻ്റെ പൈസ പോകുന്ന കാര്യം താൻ ചെയ്യില്ലത്രേ. നഷ്ടത്തിലോടുന്ന ബസ്സുകളും നിലനിർത്തില്ലത്രേ. ജീവനക്കാർക്ക് പഞ്ചായത്തോ റെസിഡൻസ് അസോസിയേഷനോ അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നിടത്ത് മാത്രം സ്റ്റേ ബസ് ഏർപ്പെടുത്തും. വേൾഡ് മാർക്കറ്റിന് സമീപം KSRTC സ്വിഫ്റ്റ് യാർഡിൽ ജീവനക്കാർക്കുള്ള കാക്കി യൂണിഫോം വിതരണം ചെയ്യുമ്പോഴായിരുന്നു മന്ത്രി ഇങ്ങനെ പറഞ്ഞത്. പുതിയ ഡബിൾ ഡെക്കർ ഈ ബസ് മന്ത്രി ഓടിച്ച് ഉദ്ഘാടനം ചെയ്തു. 2 കിലോമീറ്ററോളം ജീവനക്കാരെയും മാധ്യമപ്രവർത്തകരെയും കൂട്ടിയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ യാത്ര. ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസുമായി ആലോചിച്ച് നഗര കാഴ്ചകൾ വീക്ഷിക്കുന്ന യാത്രയ്ക്കായി പുതിയ ഡബിൾ ഡെക്കർ ബസ്സുകൾ ഉപയോഗിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. അതൊക്കെ നല്ല കാര്യം. കാരണം കോർപ്പറേഷന് വരുമാനം കൂടും.